നമസ്കാരം. KCN മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര കേരള സർക്കാരുകൾ ജനവിരുദ്ധതയെന്ന നാടകത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് PC വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് തുറക്കാൻ പോകുന്ന ബാറുകളുടെ മുതലാളിമാർക്കൊപ്പമാണ് സർക്കാർ എന്നും വിഷ്ണുനാഥിന്റെ ആരോപണം. റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി തള്ളി. പ്രതികളായ കേളുകുടെ സ്വദേശികളുടെ ഹർജിയിലാണ് കോടതിയുടെ വിധി. LDF സർക്കാരിന്റെ ഭരണത്തിൽ സംതൃപ്തിയുണ്ടെന്ന് കേരള കോൺഗ്രസ് ബി ചെയർമാൻ R ബാലകൃഷ്ണപിള്ള. പാർട്ടി നേതൃയോഗം കാസർഗോഡ് ഗസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയായി നീലേശ്വരം അഴിത്തലയിലെ പുലിമുട്ട്. സിഗ്നൽ സംവിധാനമൊരുക്കണമെന്ന് തൊഴിലാളികൾ. ദുരിതങ്ങൾ വിട്ടൊഴിയാതെ കാഞ്ഞങ്ങാട് അനന്തംപള്ളയിലെ K സിന്ധുവിന്റെ കുടുംബം. ഇരുവൃക്കകളും തകരാറിലായ സിന്ധുവിന് കണ്ണീരിൽ കുതിർന്ന ജീവിതം. വാർത്തകൾ വിശദമായി. കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ജനവിരുദ്ധതയെന്ന നാടകത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് ആരോപിച്ചു. സർക്കാർ സംസ്ഥാനത്ത് തുറക്കാൻ പോകുന്ന 100 ബാർ മുതലാളികളുടെ ഒപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF സർക്കാരിന്റെ മദ്യനയം അട്ടിമറിച്ച് LDF സർക്കാർ കൊണ്ടുവന്ന പുതിയ മദ്യനയത്തിനെതിരെയാണ് UDF കാസർഗോഡ് കളക്ടറേറ്റ് പരിസരത്ത് ധർണ സംഘടിപ്പിച്ചത്. കേന്ദ്ര കേരള സർക്കാരുകൾ ജനവിരുദ്ധതയെന്ന നാടകത്തിന്റെ രണ്ടു വശങ്ങളാണെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ AICC സെക്രട്ടറി PC വിഷ്ണുനാഥ് ആരോപിച്ചു. സംസ്ഥാന സർക്കാർ തുറക്കാൻ പോകുന്ന 100 ബാറുകളുടെ മുതലാളിമാർക്കൊപ്പമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിണറായി വിജയന്റെ സർക്കാർ ഒരു വർഷം പൂർത്തിയാക്കിയപ്പോൾ കോടിക്കണക്കിന് രൂപ ചെലവിട്ടുകൊണ്ട് ഒരു പരസ്യം ഇപ്പോൾ കാണിക്കുന്നുണ്ട്. എന്താണ് പരസ്യത്തിന്റെ വാചകം? നമുക്ക് മുന്നേറാം, സർക്കാർ ഒപ്പമുണ്ട്. സർക്കാർ ആർക്കൊപ്പമാണുള്ളത്? സർക്കാർ നാളെ തുറക്കാൻ പോകുന്ന 100 ബാറുകളുടെ മുതലാളിമാർക്കൊപ്പമാണ്. സർക്കാർ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി കേരളത്തിന്റെ പരിസ്ഥിതിക്ക് നാശം വരുത്താൻ വേണ്ടിയിട്ട് ഉത്തരവിറക്കിയ കോറി മുതലാളിമാർക്കൊപ്പമാണ് സർക്കാർ ഉള്ളത്. കളക്ടറേറ്റ് പരിസരത്ത് നടന്ന ധർണയിൽ മൈക്ക് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ചെറിയ ആശയക്കുഴപ്പവും ഉണ്ടായി. പരിപാടിയിൽ ചെർക്കളം അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. MLA PB അബ്ദുൾ റസാഖ്, MC കമറുദ്ദീൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, ഹക്കീം കുന്നിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിൽ സംതൃപ്തിയുണ്ടെന്ന് കേരള കോൺഗ്രസ് ബി ചെയർമാൻ R ബാലകൃഷ്ണപിള്ള. മന്ത്രിമാരിൽ അഴിമതിക്കാർ ഇല്ലാത്തതാണ് തങ്ങളുടെ സന്തോഷമെന്ന് അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് ഗസ്റ്റ് ഹൌസിൽ പാർട്ടി നേതൃയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ സർക്കാരിന്റെ ഭരണത്തിൽ സംതൃപ്തിയുണ്ടെന്നും മന്ത്രിമാരിൽ അഴിമതിക്കാരില്ലാത്തതാണ് കൂടുതൽ സന്തോഷമെന്നും കേരള കോൺഗ്രസ് ബി ചെയർമാൻ R ബാലകൃഷ്ണപിള്ള പ്രതികരിച്ചു. അഴിമതിമുക്ത ഭരണമാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനനുസരിച്ച് നീങ്ങാൻ LDF മന്ത്രിസഭയ്ക്ക് കഴിയുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാസർഗോഡ് ഗസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ച കേരള കോൺഗ്രസ് ബി നേതൃയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. GSTയിൽ ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത സാധനങ്ങളുടെ വില കുറഞ്ഞിട്ട് കാര്യമില്ലെന്നും ദൈനംദിനമായി ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് വില കുറഞ്ഞാൽ മാത്രമേ പ്രയോജനം സാധാരണക്കാർക്ക് ലഭ്യമാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. പത്രസ്വാതന്ത്ര്യവും പത്രക്കാര് മീഡിയ
ചെന്ന മീഡിയക്കാർ ചോദ്യം ചോദിക്കുമ്പോൾ അവരെ ആഹ്വാനിക്കുകയും കൂവി വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ജനാധിപത്യ സംസ്കാരത്തിൽ നല്ലതല്ല. ഏതായാലും ആരെ ആക്ഷേപിക്കുകയോ പിന്നെ ആർക്കെങ്കിലും കക്ഷി പിടിക്കുകയോ ഒന്നും ഗണേഷ് കുമാർ ചെയ്തതായിട്ട് ഞാൻ കണ്ടില്ല. ഞാനത് മുഴുവൻ കണ്ടതാണ്. കേരള കോൺഗ്രസ് ബി ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിരാമൻ നായർ തുടങ്ങി വിവിധ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി തള്ളി. പ്രതികളായ കേളുകുടെ സ്വദേശികളുടെ ഹർജിയിലാണ് ജില്ലാ സെഷൻസ് ജഡ്ജ് മനോഹർ കിണി വിധി പറഞ്ഞത്. റിയാസ് മൗലവി വധക്കേസിൽ പ്രതികൾ സമർപ്പിച്ച ജാമ്യാപേക്ഷയാണ് ജില്ലാ സെഷൻസ് കോടതി തള്ളിയത്. കേസിലെ പ്രതികളായ കേളുകുടെ സ്വദേശികളായ അജേഷ്, നിതിൻ, അഖിലേഷ് എന്നിവർ സമർപ്പിച്ച ഹർജിയിലാണ് ജില്ലാ സെഷൻസ് ജഡ്ജ് എസ് മനോഹർ കിണി വിധി പറഞ്ഞത്. പ്രതികൾ ജാമ്യത്തിലിറങ്ങിയാൽ സുരക്ഷിതരല്ലെന്നും തെളിവുകൾ നശിപ്പിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്നും പ്രോസിക്യൂട്ടർ വാദിച്ചിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അശോകനാണ് ഹാജരായിരുന്നത്. 2 തവണ മാറ്റിവെച്ച ജാമ്യാപേക്ഷയാണ് കോടതി ശനിയാഴ്ച പരിഗണിച്ചത്. ഇക്കഴിഞ്ഞ മാർച്ച് 20-നാണ് മദ്രസയിലെ അധ്യാപകനായ റിയാസ് മൗലവിയെ പ്രതികൾ കൊലപ്പെടുത്തിയത്. കണ്ണൂർ ക്രൈംബ്രാഞ്ച് SP ഡോക്ടർ A ശ്രീനിവാസന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ച് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 1000-ലധികം പേജുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചത്. DNA പരിശോധനാ ഫലം അടക്കമുള്ള 50-ലധികം രേഖകളും സമർപ്പിച്ചിരുന്നു. ദൃക്സാക്ഷികളടക്കം 100-ലധികം സാക്ഷികളാണ് ഈ കേസിൽ ഉള്ളത്. നീലേശ്വരം അഴിത്തലയിലെ പുലിമുട്ട് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഭീഷണിയാവുന്നു. പുറംകടലിൽ നിന്ന് പുലിമുട്ട് തിരിച്ചറിയുവാനുള്ള സംവിധാനം നിലവിലില്ല. സിഗ്നൽ സംവിധാനം ഒരുക്കണമെന്ന് തൊഴിലാളികൾ. അഴിത്തല പുലിമുട്ടിൽ സിഗ്നൽ ലൈറ്റ് സംവിധാനം ഒരുക്കണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം. പുറംകടലിൽ നിന്നും മത്സ്യബന്ധനത്തിന് ശേഷം തിരികെ വരുമ്പോൾ സ്ഥലം തിരിച്ചറിയാനാണ് സിഗ്നൽ അത്യാവശ്യം. നിലവിൽ കടലിൽ നിന്നും എത്തുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറെ പരിശ്രമത്തിന് ശേഷമാണ് പുലിമുട്ടിലെത്തുന്നത്. കൃത്യമായ ദിശ അറിയാവുന്ന തൊഴിലാളികൾ ഇല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ചെന്നെത്തുമെന്ന സ്ഥിതിയാണ്. പുലിമുട്ടിൽ ഉയരത്തിൽ കടലിൽ നിന്നും ദൂരത്തു നിന്ന് തന്നെ കാണത്തക്ക വിധത്തിൽ ലൈറ്റ് സംവിധാനം ഒരുക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. നിലവിൽ ബോട്ടുകളിലെല്ലാം ഭൂരിഭാഗവും അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ഇവർക്ക് ദിശ തെറ്റിയാൽ കൃത്യസ്ഥലത്ത് എത്താൻ കഴിയില്ല. നിലവിൽ തൃക്കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് സമീപത്തായി സിഗ്നൽ സംവിധാനം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴത് പ്രവർത്തിക്കുന്നില്ല. ഇവിടെ ഈ സംവിധാനം പ്രായോഗികമല്ല. അതിനാൽ പുലിമുട്ടിന്റെ അവസാന ഭാഗത്ത് സിഗ്നൽ സ്ഥാപിക്കണമെന്നതാണ് ആവശ്യം. വിധി വേട്ടയാടിയ കുടുംബത്തെ വിടാതെ ദുരിതങ്ങൾ പിന്നെയും. പടന്നക്കാട് അനന്തംപള്ളയിലെ കെ സിന്ധുവിനെയാണ് ദുരിതങ്ങൾ വിട്ടൊഴിയാതെ പിന്തുടരുന്നത്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. അനന്തംവള്ള പാറമ്മലിലെ കെ സിന്ധുവിൻ്റെ കുടുംബത്തെയാണ് ദുരിതങ്ങളും വേദനകളും വിടാതെ പിന്തുടരുന്നത്. പരേതനായ ഭരതൻ്റെയും കാർത്യായനിയുടെയും മകളാണ് സിന്ധു. വൃക്കകളും തകരാറിലായി 2 വർഷത്തോളം ചികിത്സയിലാണ് സിന്ധു. പ്രദേശത്തെ ജനങ്ങളുടെയും കാരുണ്യനിധികളായ ചില വ്യക്തികളുടെയും സഹായത്താലാണ് ഈ കുടുംബം കഴിയുന്നത്. ഡയാലിസിസിലൂടെയാണ് സിന്ധുവിൻ്റെ ജീവിതം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സുമനസ്സുകളുടെ സഹായത്തിൽ ജീവിതം മുന്നോട്ട് നീങ്ങുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസമുണ്ടായ ഇടിമിന്നൽ ഇവരുടെ വീടിന് കേടുപാടുകൾ സംഭവിച്ചത്. വയറിംഗ് പൂർണ്ണമായും കത്തിനശിച്ചു. വൈദ്യുതി ഉപകരണങ്ങളും കത്തിനശിച്ചിട്ടുണ്ട്. നിത്യജീവിതം തന്നെ ഏറെ പ്രയാസപ്പെട്ട് തള്ളി നീക്കുന്ന ഈ കുടുംബത്തിനെ വീണ്ടും വിധി ചതിച്ചതോടെ കൂടുതൽ ദുരിതത്തിലായി ഇവർ. എത്തിയതാണ് ഇന്നലെ രാത്രി ഉറങ്ങുന്ന സമയത്ത്. ആരും സഹായിക്കാൻ ആരുമില്ല. നാട്ടുകാരെ സഹായിച്ചിട്ട് ഞാൻ അടുത്തേക്ക് പോകുന്നു. അസുഖം എൻ്റെ മോക്ക് കിഡ്നിക്ക് 2 കിഡ്നി പോയിട്ടാണുള്ളത്. എൻ്റെ മോളാരും നോക്കാനാണില്ല. നാട്ടുകാർ നോക്കിയിട്ടാണ് അടുത്തേക്ക് എത്തുന്നത്. ആരുമില്ല. എനിക്കാണ് മക്കളൊന്നുമില്ല. അവള് ഇത്ര നല്ല ഡയാലിസ് ചെയ്തിട്ട് വന്നിട്ട് കിടന്ന സമയത്താണ് എൻ്റെ വീട്ടിന് ഇടി വീണത്. അങ്ങനെ ഇല്ലത് സംഭവം. എനിക്കാരും നോക്കാനും പിടിക്കാനും ആരുമില്ല. വൃക്കകളും തകരാറിലായ സിന്ധുവിന് വൃക്ക മാറ്റിവെക്കുക മാത്രമാണ് പോംവഴി. സഹോദരി ചിത്ര തൻ്റെ ഒരു വൃക്ക നൽകാൻ തയ്യാറാണെങ്കിലും അത് മാറ്റിവെക്കാൻ ആവശ്യമായ സാമ്പത്തിക ശേഷി ഇവർക്കില്ല. ഉദാരമതികളുടെ സഹായം മാത്രമാണ് ഈ നിർധന കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതീക്ഷ.
രാജ്യവ്യാപകമായി GST നിലവിൽ വന്നതിന്റെ ഭാഗമായി ജില്ലാ വാണിജ്യ നികുതി വകുപ്പ് ജീവനക്കാർ സിവിൽ സ്റ്റേഷൻ കോംപ്ലക്സിലെ ജീവനക്കാർക്ക് മധുരപലഹാരം വിതരണം ചെയ്തു. ജില്ലാ കളക്ടർ ജീവൻ ബാബുവും ചടങ്ങിൽ പങ്കെടുത്തു. ശൈലജ കുമാരി, രാജേഷ് MK, വിനോദ് രാജ് എറുവാട്ട് തുടങ്ങിയവർ മധുര വിതരണത്തിന് നേതൃത്വം നൽകി. ഒരു രാജ്യം ഒരു നികുതി ഒരു മാർക്കറ്റ് എന്ന സന്ദേശമുയർത്തുന്ന GSTയിൽ സന്തോഷമുണ്ടെന്ന് ജീവനക്കാർ അറിയിച്ചു. കാസർഗോഡ് സാഹിത്യവേദി പ്രതിമാസ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. ചടങ്ങിൽ ഉത്തരദേശം സീനിയർ സബ് എഡിറ്റർ ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരിക്കും VV പ്രഭാകരനും പ്രവർത്തകർ ഉപഹാരം സമർപ്പിച്ചു. സാഹിത്യവേദി കാസർഗോഡ് സംഘടിപ്പിച്ച പ്രതിമാസ പുസ്തക ചർച്ചയിൽ സാദിഖ് കാവലിൻ്റെ ഔട്ട്പാസ് എന്ന നോവൽ ചർച്ചാ വിഷയമായി. ചടങ്ങിൽ തുളുനാട് മാധ്യമപ്രവർത്തക അവാർഡ് നേടിയ ഉത്തരദേശം സീനിയർ സബ് എഡിറ്റർ ഉണ്ണികൃഷ്ണൻ പുഷ്പഗിരിക്ക് മാധ്യമപ്രവർത്തകൻ KM അബ്ബാസ് ഉപഹാരം നൽകി. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് നിർവാഹക സമിതി അംഗമായി തിരഞ്ഞെടുത്ത VV പ്രഭാകരന് കവി PS ഹമീദും ഉപഹാരം നൽകി. ചടങ്ങിൽ പുഷ്പാകരൻ പണ്ഡിച്ചാൽ സംസാരിച്ചു. GSTയെ സ്വാഗതം ചെയ്ത് ഓൾ കേരള ഇൻകം ടാക്സ് ആൻഡ് സെയിൽസ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് വാണിജ്യ നികുതി ഓഫീസ് പ്രവർത്തകർ പൂന്തോട്ടം നിർമ്മിച്ചു. രാജ്യത്ത് GST ബില്ല് നടപ്പിൽ വന്നു. GSTയെ സ്വാഗതം ചെയ്തുകൊണ്ട് ഓൾ കേരള ഇൻകം ടാക്സ് ആൻഡ് സെയിൽസ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് വാണിജ്യ വകുപ്പ് നികുതി ഓഫീസിനു മുന്നിൽ പൂന്തോട്ടമൊരുക്കി ആഹ്ലാദം പ്രകടിപ്പിച്ചു. ഓൾ കേരള ഇൻകം ടാക്സ് ആൻഡ് സെയിൽസ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ ഒരുക്കിയ പൂന്തോട്ടം ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് കമ്മീഷണർ AV പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. കാരണം നമ്മുടെ വഴി എന്ന് പറയുന്നത്, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ജീവിതം എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങൾ കൂടാതെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ജീവിതം ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ഡിപ്പാർട്ട്മെന്റിൽ നിലനിൽപ്പിനും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്കും ഏറ്റവും കൂടുതൽ ആവശ്യമായ ഒരു ഘടകം എന്ന് പറയുന്നത് ഒരുപക്ഷെ പ്രാക്ടീഷണേഴ്സ് തന്നെയാണ്. അത് ഏത് തരം പ്രാക്ടീഷണേഴ്സ് അല്ല, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ കണക്കുമായി ബന്ധപ്പെട്ട് കണക്ക് എഴുതുന്നവർ ഇപ്പം പുതിയ GST വന്നു കഴിഞ്ഞാൽ അവരെ അവിഭാജ്യ ഘടകമായി മാറുക എപ്പോഴും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു സെയിൽസ് ടാക്സ്, ഒരു ടാക്സ് കുടുംബത്തിൻ്റെ വിവിധ രീതിയിലുള്ള തട്ടുകളായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ. അപ്പം ഒരു ഓഫീസിന്റെ സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്നത് സ്വാഭാവികമായും ആ ഒരു ഓഫീസിലെ അന്തരീക്ഷത്തിന്റെ സൗന്ദര്യവൽക്കരണം. ജില്ലാ പ്രസിഡന്റ് KV സുരേഷ് ബാബു അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി യതീഷ് പ്രഭു, അസിസ്റ്റന്റ് കമ്മീഷണർ A കൃഷ്ണൻ നായർ, വാണിജ്യ നികുതി ഓഫീസർമാരായ ഷിജു, പുരുഷോത്തമൻ, രവീന്ദ്രൻ, രമേശൻ കോളിക്കര, പ്രാക്ടീഷണർമാരായ A മനോജ് കുമാർ, സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചു. വിവിധ പരിപാടികളോടെ നടന്ന ചടങ്ങ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജാറാം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ VC റോയിയുടെ സ്മരണാർത്ഥമാണ് ആശുപത്രികളിൽ ഡോക്ടേഴ്സ് ഡേ ആചരിച്ചത്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് സൂപ്രണ്ട് ഡോക്ടർ രാജാറാം ഉദ്ഘാടനം ചെയ്തു. ഈ തൊഴിലാളി കൂട്ടത്തിൽ ജനങ്ങളോട് വളരെ കുറച്ച് മാത്രം വിദ്യാഭ്യാസം നടത്തുന്ന ആൾക്കാരാണ് നമ്മൾ പറയുന്നത്. ഡോക്ടർ ഒരുപാട് ജോലി ചെയ്യുന്നു, രാത്രി ഉറങ്ങാതിരിക്കുന്നു, രാത്രി ഈ സമയത്ത് പോകണമെങ്കിൽ പോയിട്ട് ജോലി ചെയ്യാൻ തയ്യാറായിട്ട് കിടക്കുന്നത്. മറ്റൊരു തൊഴിലിനും ഇത്ര ബുദ്ധിമുട്ടില്ല. ഇതിനേക്കാളും ശാരീരികമായിട്ട് അധ്വാനിക്കുന്ന ആൾക്കാരുണ്ടാവും. പക്ഷേ ഇപ്പോൾ 12 മണിക്കൂർ വീട് തീർക്കുന്ന ആൾക്കാർക്ക് തന്നെ ശാരീരിക അധ്വാനമെങ്കിലും മനസ്സ് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും ശരിക്കുണ്ടാവും. പരിപാടിയിൽ സ്റ്റാഫ് കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ നാരായണ നായ്ക്ക് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വെങ്കിട്ടഗിരി സന്ദേശം വായിച്ചു. പരിപാടിയിൽ ഡോക്ടർ ആമിന മുണ്ടോൾ, ഡോക്ടർ KK തോമസ് എന്നിവർ മുഖ്യാതിഥികളായി. ഡോക്ടർ കുഞ്ഞിരാമൻ, നഴ്സിംഗ് സൂപ്രണ്ട് ഗീത, RMO ഡോക്ടർ പ്രിയ തോമസ് തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ സംബന്ധിച്ചു. ഗ്രാമീണ ബാങ്ക് കുഞ്ചത്തൂർ ശാഖയിൽ നിന്നും വിരമിച്ച മാനേജർ ശേഷാചലയ്ക്ക് യാത്രയയപ്പ് നൽകി. ഡോക്ടർ ഖാദർ യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം ഗ്രാമീണ ബാങ്കിൽ സേവനമനുഷ്ഠിച്ച ശേഷാചലയ്ക്കാണ് ജീവനക്കാർ യാത്രയയപ്പ് നൽകിയത്. ചടങ്ങ് ഡോക്ടർ ഖാദർ ഉദ്ഘാടനം ചെയ്തു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവര ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമീണ ബാങ്ക് റീജിയണൽ മാനേജർ ഉഷാകുമാരി മുഖ്യാതിഥിയായി. ദേവദാസ് ബൽറ്റാട, രാജ ബൽറ്റാട, കമലാക്ഷ, RK കാസർഗോഡ് തുടങ്ങിയവർ സംസാരിച്ചു. ಸರ್ವಿಸ್ನಲ್ಲಿ ಕೊನೆಯ ಘಟ್ಟದಲ್ಲಿ
ನಡೆಯುವಂಥ ಒಂದು ಸಮಾರಂಭ. ಅದೇ ರೀತಿ ಈ ದಿನ ನನಗೆ ನಿವೃತ್ತ ಜೀವನ ಸ್ಟಾರ್ಟ್ ಆಗುತ್ತೆ. ಅಂದರೆ ಆ ಸಂದರ್ಭಕ್ಕೆ ನೀವೆಲ್ಲರೂ ಬಂದು ನನಗೆ ಹರಿಸಿದ್ರಿಂದ ನನ್ನ ಮನಸ್ಸು ತುಂಬಿ ಬಂದಿದೆ. ಇನ್ನು ಮುಂದಕ್ಕೆ ಹೇಳೋದಿದ್ದರೆ, ನಾನು ಇವರು ನಮ್ಮ ರಿಜಿನಲ್ ಮ್ಯಾನೇಜರ್ ಹೇಳಿದ ಹಾಗೆ ನಾನು ಭಾಳ ಕಷ್ಟದಿಂದ ಮೇಲೆ ಬಂದವನು. ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം. മായം ചേർക്കുന്ന ഭക്ഷണങ്ങൾ വിൽക്കുന്ന വ്യവസായികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. കേരള പപ്പട മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് നടന്നു. മായം ചേർക്കുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന വ്യവസായികൾക്കെതിരെയും വിൽപ്പനക്കാർക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. കാഞ്ഞങ്ങാട്ട് നടന്ന കേരള പപ്പട മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KM വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു. ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഇല്ല, പഞ്ചായത്തിന്റെയോ കോർപ്പറേഷന്റെയോ ലൈസൻസ് അവരുടെ കയ്യിലില്ല. അവർ പപ്പടം ഉണ്ടാക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. നിലവിലുള്ള ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിക്കുന്ന ഒരു രേഖയും അവരുടെ കയ്യിലില്ലാത്ത കാലത്തോളം ഈ കച്ചവടത്തിന് യാതൊരു പ്രശസ്തിയുമില്ല എന്നത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. കാരണം അവനെ തോന്നിയ വിലയ്ക്ക് വെക്കും. അതിലെന്തൊക്കെ ചേരണമെന്ന് പോലും അവൻ അറിയുന്നില്ല. ഇന്ന് ഇന്ത്യ രാജ്യത്തൊരു നിലവിലൊരു നിയമമുണ്ട്, ഫുഡ് സേഫ്റ്റി ആക്ട്. ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ ഏകദേശം പപ്പടക്കാരൻ മുഴുവൻ കുറിച്ചു. M രാജശേഖരൻ അധ്യക്ഷനായി. ബാലൻ കണ്ണൂർ, അജീഷ് എടപ്പാൾ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിഷ്ണുവിനെ അനുമോദിച്ചു. പുതിയ ഭാരവാഹികളായി K പ്രകാശിനെ പ്രസിഡന്റായും P അജീഷിനെ സെക്രട്ടറിയായും ശശി കാഞ്ഞങ്ങാടിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കൂലി കുടിശ്ശിക ഉടൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം. NREG വർക്കേഴ്സ് യൂണിയൻ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കൂലിക്കുടിശ്ശിക ഉടൻ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. NREG വർക്കേഴ്സ് യൂണിയൻ അജാനൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അജാനൂർ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KSKTU ജില്ലാ പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വലിയൊരു ഭാഗം ആളുകൾ കേരളത്തിന് പുറത്തുപോയി മറ്റ് സംസ്ഥാനങ്ങളിൽ അതുപോലെ തന്നെ ലോകത്തിന്റെ പല ഭാഗത്തുമായി പണിയെടുക്കുന്ന ആളുകൾ. K ശോഭ അധ്യക്ഷയായി. MV രാഘവൻ, PK കണ്ണൻ, പത്മിനി, P കൃഷ്ണൻ, T ശോഭ, സരസ്വതി, കമല, സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. സമ്പൂർണ്ണ ശുചിത്വ യജ്ഞം സജീവതയിലേക്ക്. വാർഡുകൾ സമ്പൂർണ്ണ ശുചിത്വത്തിലേക്ക്. മാലിന്യ പ്രശ്നം അതീവ ഗുരുതരമായ സാഹചര്യത്തിലാണ് നാടാകെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഇറങ്ങിയത്. നീലേശ്വരം നഗരസഭ 17-ാം വാർഡ് ശുചിത്വ സമിതി, താലൂക്ക് ആശുപത്രി അധികൃതർ എന്നിവർ സംയുക്തമായാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത്. പള്ളിക്കരയിലും പരിസരങ്ങളിലുമാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വാർഡ് കൗൺസിലർ KV രാധ, P കുഞ്ഞിരാമൻ, C രാഘവൻ, VV രഘു, CDS അംഗം ജാനകി, ശാന്ത, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. 28-29 ശുചീകരണ പ്രവർത്തനമാണ് നമ്മുടെ വാർഡുകളിലും അതുപോലെ മൊത്തത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തുന്നത്. ഡെങ്കിപ്പനി പോലെയുള്ള രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതിനെതിരെ ബോധവൽക്കരണവും ശുചീകരണ പ്രവർത്തനവും നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മുടെ വാർഡിലും ഈ ബോധവൽക്കരണവും ശുചീകരണവും നടത്തുന്നത്. കാഞ്ഞങ്ങാട് നഗരസഭ 27-ാം വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. പടന്നക്കാടും സമീപ പ്രദേശങ്ങളിൽ നടന്ന പ്രവർത്തനത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. കൗൺസിലർ അബ്ദുൾ റസാഖ് തായിലക്കണ്ടി, MM നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU കാഞ്ഞങ്ങാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രി പരിസരം ശുചീകരിച്ചു. പരിപാടിയിൽ നിരവധി ജീവനക്കാരാണ് പങ്കെടുത്തത്. CITU ജില്ലാ പ്രസിഡന്റ് K ബാലകൃഷ്ണൻ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പകർച്ചപ്പനികൾ വന്നിട്ട്
ഇതിനെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ശക്തമായിട്ട് നടക്കുന്നത്. സംസ്ഥാനത്ത് ആകെ ഗവൺമെൻറ് ഒന്നാകെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചു ചേർത്തിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയൊക്കെ യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് സംസ്ഥാനത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലും അതുപോലെ മറ്റ് സന്നദ്ധ ട്രേഡ് യൂണിയൻ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ വ്യാപകമായിട്ട് നടക്കുകയാണ്. സംസ്ഥാനത്ത് 3 ദിവസം തുടർച്ചയായിട്ടുള്ള ശുചീകരണ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ഒ പി പത്മനാഭൻ അധ്യക്ഷനായി, വി ജനാർദ്ദനൻ, CMO VC സുഷമ, ഡോക്ടർ വേണു, ഡോക്ടർ വിനയകൃഷ്ണൻ, ഡോക്ടർ ലീന എന്നിവർ സംസാരിച്ചു. വളരെ നേരത്തെ തന്നെ നമുക്ക് ഈ രീതിയിലുള്ള മാലിന്യങ്ങൾ അതുപോലെ വീടുകളിലും അതുപോലെ പൊതുസ്ഥാപനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലും റോഡുകളിലുമുള്ള മാലിന്യങ്ങൾ നീക്കുന്നതിന് അതിബൃഹത്തായ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ്. ഒ പി പത്മനാഭൻ അധ്യക്ഷനായി, വി ജനാർദ്ദനൻ, CMO VC സുഷമ, ഡോക്ടർ വേണു, ഡോക്ടർ വിനയകൃഷ്ണൻ, ഡോക്ടർ ലീന എന്നിവർ സംസാരിച്ചു. കെ ശശിധരൻ സ്വാഗതവും കെ പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര കേരള സർക്കാരുകൾ ജനവിരുദ്ധതയെന്ന നാടകത്തിന്റെ 2 വശങ്ങളാണെന്ന് PC വിഷ്ണുനാഥ്. സംസ്ഥാനത്ത് തുറക്കാൻ പോകുന്ന ബാറുകളുടെ മുതലാളിമാർക്കൊപ്പമാണ് സർക്കാർ എന്നും വിഷ്ണുനാഥിന്റെ ആരോപണം. റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ജില്ലാ സെഷൻസ് കോടതി തള്ളി. പ്രതികളായ കേളുകുടെ സ്വദേശികളുടെ ഹർജിയിലാണ് കോടതിയുടെ വിധി. LDF സർക്കാരിന്റെ ഭരണത്തിൽ സംതൃപ്തിയുണ്ടെന്ന് കേരള കോൺഗ്രസ് ബി ചെയർമാൻ R ബാലകൃഷ്ണപിള്ള. പാർട്ടി നേതൃയോഗം കാസർഗോഡ് ഗസ്റ്റ് ഹൌസിൽ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികൾക്ക് ഭീഷണിയായി നീലേശ്വരം അഴിത്തലയിലെ പുലിമുട്ട്. സിഗ്നൽ സംവിധാനമൊരുക്കണമെന്ന് തൊഴിലാളികൾ. ദുരിതങ്ങൾ വിട്ടൊഴിയാതെ കാഞ്ഞങ്ങാട് അനന്തംപള്ളയിലെ K സിന്ധുവിന്റെ കുടുംബം. ഇരുവൃക്കകളും തകരാറിലായ സിന്ധുവിന് കണ്ണീരിൽ കുതിർന്ന ജീവിതം. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.